ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സർപ്രൈസ് 3D പിനാറ്റ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെയിൻബോ കേക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. പിന്നെ നമുക്ക് ഏതൊരു ഒക്കേഷനിലും സർപ്രൈസ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതുമാണ്. ഇതിൻ്റെ ഉള്ളിൽ റിങ് വെക്കുക, അല്ലെങ്കിൽ ഫോൺ വെക്കുക, എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. കുറേ പേര് ചോദിക്കുന്നൊരു സംശയമാണ്, വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റാക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കിട്ടണില്ല, നല്ലോണം മെൽറ്റ് ആവണില്ല എന്നൊക്കെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ബൗളിലോ അല്ലെങ്കിൽ സ്പാച്ചുലയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മെൽറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണെങ്കിലും ഇതേപോലെ തന്നെ മെൽറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റി വേണം മെൽറ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ നല്ല ചൂടായിട്ടുള്ള വെള്ളത്തിൻ്റെ മേലെയാണ് ഈ ബൗൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുന്ന ആ ഒരു ടെക്നിക്ക് പോലെ തന്നെയാണിത്. അപ്പോൾ ഇതിനും ചോക്ലേറ്റ് നല്ല പോലെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. മെല്ലോ, മോട്ടെ, വാൻലീർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ചോക്ലേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നോക്കിയിട്ട് എടുക്കുക. ഞാനിപ്പം 500 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് 5 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എല്ലാത്തിലേക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് അവിടെ എടുത്ത് വെക്കണേ. ഒരു 3 സ്പൂണൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ ബൗളിലും ഡിഫറെൻറ്റ് കളേഴ്സ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ഗ്രീനാണ് മിക്സ് ആക്കുന്നത്. ജെൽ ഫുഡ് കളർ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ എടുക്കുക. ഷെഫ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രാൻഡ്സിൻ്റെത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം 1-2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക, നല്ലൊരു കളറാവുന്ന വരെ. പിന്നെ ഞാൻ അടുത്തതിൽ സ്കൈ ബ്ലൂ ആണ് മിക്സ് ആക്കി കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ എല്ലതും മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണിലൊന്നും വെള്ളം ഉണ്ടാവാനേ പാടില്ല. വെള്ളത്തിൻ്റെ അംശം കുറച്ചുണ്ടായി കഴിഞ്ഞാൽ തന്നെ ഇത് നല്ലപോലെ മെൽറ്റായിട്ട് കിട്ടൂല, ഇങ്ങനെ കട്ട കെട്ടാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഞാൻ ഓറഞ്ച് കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് യെല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ള് മതി റെഡ് ഫുഡ് കളർ. എന്നിട്ട് അതും കൂടെ ചേർത്ത് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഓറഞ്ച് പോലത്തെ ഒരു കളറായി വന്നേണ്. പിന്നെ അവസാനത്തേൽ നമുക്ക് കുറച്ച് യെല്ലോ കൂടെ മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ 5 കളറിലാണ് ഞാനിപ്പം ചോക്ലേറ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പിനാറ്റ കേക്കിൻ്റെ മോൾഡാണ്. ഇതിപ്പം എല്ലാ കേക്കിൻ്റെ ഷോപ്സിലും അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും കിട്ടും. അപ്പം എന്താ പറയുക, കിട്ടാത്തൊരു സംഭവമേ അല്ല. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാനും പറ്റും. പിന്നെ ഇത് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ്. സ്ട്രെയിറ്റ് ലൈനല്ല, ഒരു ലൈൻ പോലെയാണ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു കട്ടിയുള്ള ലൈൻ പോലെ ആക്കി കൊടുത്തേന്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് യെല്ലോ സ്പ്രെഡ് ചെയ്യുകയാണ്. സെയിം പോലെ തന്നെ നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി. മറ്റേ കളറിനായിട്ട് ജോയിൻ ആയി വരുന്ന രീതിയിൽ വേണം കേട്ടോ ചെയ്യാൻ. ഇടയിൽ ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് ഇങ്ങനെ തന്നെ സ്പ്രെഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലാക്കി കൊടുക്കാം. ഞാനൊരു ഈസി മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് വേണമെങ്കിൽ എന്താ പറയുക, നമ്മൾ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്യൂലേ, ഞാൻ ക്യാപ്പച്ചിനോൻ്റെ മേലെ അങ്ങനെ ഡിസൈൻ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതേപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അല്ലെങ്കിൽ മാർബിൾ ഡിസൈൻ പോലെ ആക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാനിത് സ്പീഡിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അങ്ങനെ ബ്ലൂവും സ്പ്രെഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രീനാണ് ആക്കി കൊടുക്കണേ. ഇപ്പം തന്നെ ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആവാനായിട്ട് തുടങ്ങിയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ മതിയാവും. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് കിട്ടും. ഇനി ബാക്കി വന്നിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ കളറൊന്നും മിക്സ് ആക്കണില്ല, ജസ്റ്റ് വൈറ്റ് ചോക്ലേറ്റ് ആയിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചുടുവെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് മെൽറ്റാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതിൽ കൊഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഷെല്ലിന് നല്ല കട്ടിയായിട്ട് വരികയും ചെയ്യും. പിന്നെ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫില്ലാവുകയും ചെയ്യും. അങ്ങനെ അതും ഞാനൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തേന്. അപ്പോഴേക്കും സെറ്റായിട്ട് കിട്ടിയേന്. ഇനി നമുക്ക് ഈ മോൾഡിൽ നിന്ന് അതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം.
ഇത് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് നല്ലോണം സൂക്ഷിക്കണേ, കാരണം ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ഒട്ടിക്കേണ്ടിയൊക്കെ വരും, അപ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് എടുക്കുക. പിന്നെ അടുത്തൊരു ഡിസൈൻ ഞാൻ ചെയ്യണത് ഇങ്ങനെ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്പ്രെഡാക്കി കൊടുത്തിട്ടാണ്. ഒരു പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നും ഇല്ലാതെ ബാക്കി വന്നിട്ടുള്ള ചോക്ലേറ്റ്, നമ്മൾ കളർ മിക്സ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ വെറുതെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. 500 ഗ്രാം ചോക്ലേറ്റ് മുഴുവൻ മെൽറ്റ് ചെയ്തെടുക്കാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പകുതി മെൽറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു ഷെല്ല് റെഡിയാക്കിയതിന് ശേഷം അടുത്തതും അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. നമ്മൾ 3D കേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് 2 ഷെല്ല് റെഡിയാക്കി എടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും. ഇനി ഞാൻ ബാക്കി വന്നിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റിലേക്ക് ആ കളർ മിക്സ് ചെയ്തിട്ടുള്ളതും കൂടെ ഒന്നാക്കി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തേന്. അതിനുശേഷം അതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കുക. ഇതും കാണാൻ നല്ല രസമുണ്ടാവും, കാരണം പുറം ഭാഗത്ത് ഇതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളേഴ്സ് പോകുന്നുണ്ടാവും, ഉള്ളിൽ വൈറ്റായിട്ടും കാണാം. ഞാനിത് സെറ്റാക്കി കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഉള്ളിൽ വെക്കാനായിട്ട് ഞാനൊരു കേക്ക് റെഡിയാക്കുന്നുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള വാനില ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തേന്. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം നോക്കിയിട്ട് എടുക്കാൻ. എന്നിട്ട് പിന്നെ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ മുട്ടൻ്റെ ഒരു സ്മെല്ലും പിന്നെ ടേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പൊടിക്കാത്തതാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പിലും കുറച്ച് കുറവായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓയിൽ ചേർത്തതിന് ശേഷം വല്ലാതെ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓയിൽ എല്ലാ ഭാഗത്തേക്കും എത്തിയാൽ തന്നെ മതിയാവും. പിന്നെ 1/2 കപ്പ് മൈദപ്പൊടി ഇങ്ങനെ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതിലുള്ള കട്ടകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേന്. പിന്നെ ഞാൻ ഇതും മിക്സ് ആക്കണത് ഈ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ മിക്സ് ആക്കുന്നത് നന്നാവും. ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് 30 സെക്കൻഡിൽ കൂടാൻ പാടില്ല. പിന്നെ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളെ കേക്ക് കട്ടിയായിട്ട് പോകും. പിന്നെ ഞാൻ ഒരു 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മളെ കേക്കിൻ്റെ അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള ബേക്കിംഗ് സോഡയും വിനീഗറും കൂടെ മിക്സ് ആക്കിയിട്ട് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുത്തേന്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ വിനീഗറുമാണ് മിക്സ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കുക. ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചേർത്തതാണ്. കേക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ഒരു പാനിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ബാക്കി എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഓയിൽ നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ട് അങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തേക്കും ഓയിലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അവസാനമായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ടാപ്പ് ചെയ്തതിന് ശേഷം സ്റ്റൗവിലേക്ക് വെക്കാം. ആദ്യം സ്റ്റൗ കത്തിച്ചിട്ട് ഒരു തട്ട് വെച്ച് കൊടുക്കണം. ഞാനൊരു അലുമിനിയം തട്ടാണ് യൂസ് ചെയ്യുന്നത്. ദോശത്തവയെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ആക്കിയിട്ടുള്ള പാന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ കേക്ക് നല്ലപോലെ കുക്കായിട്ട് കിട്ടും. 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ മേലിട്ടിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സൊക്കെ താഴത്തേക്ക് ഇറങ്ങിപ്പോയിനെ. കത്തി വെച്ചിട്ട് കുത്തിയാക്കിയപ്പം അത് ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, പിനാറ്റ കേക്കിൻ്റെ മോൾഡിൽ വെച്ചത്, അതും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതും നല്ലൊരു ഡിസൈനാണ്, പക്ഷേ അതിൽ കളേഴ്സ് കുറവായതുകൊണ്ട് എനിക്ക് വലിയൊരു ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഞാൻ അത് താഴെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്, മറ്റേത് മേലെ വെക്കാമെന്നും. അപ്പോൾ ഇതാ നമ്മളൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ആ പിനാറ്റ കേക്കിൻ്റെ താഴെയുള്ള സംഭവം വെച്ച് കൊടുത്തേന്. അതൊന്ന് സെറ്റാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ചോക്ലേറ്റ് ആക്കിയത്. ഇനി നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഇത് ഞാൻ ഐസ്ക്രീം വിപ്പിംഗ് ക്രീമാണ് ആക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ മെൽറ്റ് ചെയ്ത് കിടക്കുന്നത്. പിന്നെ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പം പ്രപ്പോസ് ചെയ്യാനാണെങ്കിൽ റിങ് വെക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സർപ്രൈസായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ എഡ്ജസൊക്കെ ഞാൻ ഒരു ചൂടാക്കിയിട്ടുള്ള പാലറ്റ് നൈഫ് വെച്ചിട്ട് ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. ചിലയിടത്ത് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ മേലത്തെ ആ ഒരു സംഭവം കൂടെ വെച്ച് കൊടുക്കുക, ആ ഒരു ഷെല്ല്. അത് വെച്ച് കഴിഞ്ഞിട്ട് സൈഡൊക്കെ ഒന്ന് ലോക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഈ പാലറ്റ് നൈഫ് ചൂടാക്കിയിട്ട് ഇങ്ങനെ സൈഡിലൂടെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു ഭംഗിയിൽ കിട്ടും, നല്ലൊരു ഫിനിഷിങ് വരും, രണ്ടും കൂടെ ഒട്ടിയിട്ട് നിൽക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ആ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇപ്പം നമ്മുടെ സർപ്രൈസ് പിനാറ്റ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് ബർത്ത്ഡേസിനായിട്ട് ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷനിൽ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് പറ്റും. കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഉണ്ടായാൽ മതി. പിന്നെ ഇനി ഞാനിത് അടിച്ചു പൊട്ടിക്കുന്നത് കാണിച്ചു തരാം. ഇത് പൊട്ടിക്കാനായിട്ട് എൻ്റെ അടുത്തൊരു ഹാമർ ഉണ്ട് കേട്ടോ, പക്ഷേ അത് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയ സമയത്ത് കൊണ്ടുവന്നിട്ടില്ലേനി. അപ്പം ഞാനൊരു ചപ്പാത്തിക്കുഴൽ വെച്ചിട്ടാണ് ഇത് അടിച്ചു പൊട്ടിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്